യുഎഫ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 ഡ്രോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. സോ എനിക്ക് സംസാരിക്കാനുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തെ പറ്റിയിട്ടാണ്, അതായത് PSG വേഴ്സസ് ചെൽസി. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു മത്സരത്തെ കുറിച്ച് മാത്രം എടുത്തു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പ് ചെൽസി വേഴ്സസ് PSG തന്നെയായിരുന്നു. സോ അന്ന് ഞാനൊരു പ്രഡിക്ഷൻ ഒക്കെ നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് PSG വിജയിക്കും, സിമ്പിൾ ആയിട്ട് PSG വിജയിക്കും എന്ന് തന്നെയായിരുന്നു. അപ്പോ ഞാനതങ്ങനെ പറഞ്ഞതിന്റെ കാരണം അതുവരെയുള്ള പെർഫോമൻസ് ബേസിലായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലബ് വേൾഡ് കപ്പ് നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പെർഫോമൻസ് ബേസ് നോക്കുമ്പോൾ എന്തായാലും PSG ജയിക്കുമെന്ന് തന്നെ ആയിരുന്നു എന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് PSG എതിരെ കളിക്കാൻ പോകുന്നത് ചെൽസി ആണ് എന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അതിലുപരി കളിക്കാൻ പോകുന്നത് ഫൈനലാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അപ്പോ ആ രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു പ്രൊഡിക്ഷൻ നടത്തിയതും പല ചെൽസി ആരാധകർ എന്നെ ഏറിൽ കയറ്റിയതും. അപ്പോ എന്തായാലും വേൾഡ് കപ്പ്, അതായത് ക്ലബ് വേൾഡ് കപ്പ് ചെൽസി നേടണമല്ലോ, ഫൈനലാണല്ലോ. അപ്പോൾ ചെൽസി നേടിയല്ലേ പറ്റൂ. അപ്പോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്.